ഇന്ന് രാവിലെ കൊച്ചി നഗരത്തിൽ വലിയൊരു തീപിടുത്തമുണ്ടായിരുന്നു. എറണാകുളം ടൗൺ ഹാളിനോട് ചേർന്നുള്ള കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഫയർഫോഴ്സ് യൂണിറ്റുകളൊക്കെ വളരെ പെട്ടെന്ന് തന്നെ സ്ഥലത്തേക്ക് വന്ന് തീ നിയന്ത്രണ വിധേയമാക്കി. ഈ മോഷണ ശ്രമത്തിനിടെ ലൈറ്റർ ഉപയോഗിച്ചതാകാം തീപിടുത്തത്തിന് കാരണമെന്ന് കടയുടമ ആരോപിക്കുന്നുണ്ട്. പുലർച്ചെ 3 മണിയോടുകൂടിയാണ് എറണാകുളം നഗരഹൃദയത്തിൽ തീപിടുത്തമുണ്ടായത്. നോർത്ത് പാലം ഇറങ്ങി വരുന്ന ഘട്ടത്തിൽ ഇവിടെയുള്ള യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിലാണ് തീപിടുത്തം നടന്നത്. ആ ഘട്ടത്തിൽ തീ വേഗത്തിൽ തന്നെ ആളിപ്പടർന്നു. മാത്രമല്ല ആശങ്കയും ഇരട്ടിയായിരുന്നു. അതിനുള്ള കാരണമെന്ന് പറയുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഹോട്ടലുണ്ട്, ലോഡ്ജോട് കൂടിയ ഹോട്ടലാണ്. അതോടൊപ്പം 2 ഫ്ളാറ്റുകളുണ്ട്, ഒരു വീടുണ്ട്. മാത്രമല്ല ഈ ഷോറൂം, ഈ യൂസ്ഡ് ഫർണിച്ചർ ഷോറൂമിന് തൊട്ടപ്പുറത്തും ഇപ്പുറത്തുമായി 2 പെട്രോൾ പമ്പുകളും നിലനിൽക്കുന്നുണ്ട്. അതിനൊക്കെ അപ്പുറം കൊച്ചി മെട്രോ കൂടി കടന്നു പോകുന്നത് ഈ മേഖലയിലാണ്. ഇതിന് നേരെ മുകളിലാണ് കൊച്ചി മെട്രോ. അതുകൊണ്ട് തീ മറ്റിടങ്ങളിലേക്കൊക്കെ പടർന്നാൽ അത് വലിയ തോതിലുള്ള പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. എന്തായാലും ഫയർഫോഴ്സ് യൂണിറ്റുകളടക്കം ഇവിടെ എത്തി തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പുലർച്ചെ തന്നെ തുടങ്ങി. ഏകദേശം 2.5 മണിക്കൂർ നീണ്ടുനിന്ന ശ്രമകരമായിട്ടുള്ള ദൗത്യത്തിനൊടുവിലാണ് തീ ഏകദേശം തന്നെ അണയ്ക്കാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും ഉള്ളിൽ സ്പാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഈ പ്ലാസ്റ്റിക്കും മറ്റുമൊക്കെ ഉരുകി ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അതിൻ്റെ ഭാഗമായിട്ടുള്ള ആ സ്പാർക്കുകൾ വിവിധ ഇടങ്ങളിലേക്കൊക്കെ വ്യാപിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഈ അകത്ത് കത്തിയ സാധനങ്ങളൊക്കെ തന്നെ പലതും പുറത്തേക്ക് എടുത്ത ശേഷം പിന്നീട് ഈ ഓസ് അകത്തേക്ക് കൂടുതലായി കൊണ്ടുപോയി പല ഇടങ്ങളിലേക്കും, അകത്തുള്ള ഇടങ്ങളിലേക്കും ഒക്കെ എത്തിച്ചുകൊണ്ട് ഈ വെള്ളം ഉപയോഗിച്ച് പമ്പ് ചെയ്ത് ആ തീ അണയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് പിന്നീട് നടത്തിയത്. പക്ഷേ അപ്പോഴും വലിയ തോതിൽ തന്നെ പുക മുകളിലേക്ക് ഉയരുന്ന കാഴ്ചയാണ് കണ്ടത്. ഇത് കൊച്ചി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ നോർത്ത് എന്ന് പറയുന്നത്. ഞാൻ പത്രം എടുക്കാൻ പോകുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. ഏകദേശം ഒരു 3 മണിയായി കാണും. ആ സമയത്ത് തന്നെ ഒരു 5 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സും പോലീസും എത്തിയത്. ഇതോടൊപ്പം തന്നെ ഗതാഗതം അല്പനേരമൊക്കെ തടസ്സപ്പെട്ടു. കാരണം ഇവിടെ എത്തിച്ച് ഈ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. ഇവിടെ തൊട്ടടുത്തുള്ള ഈ ലോഡ്ജിലെ ആണെങ്കിലും അല്ലെങ്കിൽ അപ്പുറത്തെ വീടാണെങ്കിലും ഫ്ലാറ്റ് ആണെങ്കിലും അവിടെയുള്ള കുറച്ചുപേരെ ഇവിടെ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്തു. കാരണം എത്രത്തോളം ഇതിൻ്റെ ഒരു ആഘാതം എന്നത് അടക്കമുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ ജഡ്ജ് ചെയ്യുക പ്രയാസകരമായിട്ടുള്ള കാര്യമായിരുന്നു. എന്നാൽ പോലും ആ കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ട്രാക്കിലാക്കുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ ചെന്നത്. കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് എല്ലാ ദിവസവും പോകുന്നത്. ഷോർട്ട് സർക്യൂട്ട് ആവില്ല. ഇതാരോ കയറിയിട്ട് മേശ തപ്പാൻ വേണ്ടി കയറിയിട്ട് ലൈറ്ററോ എല്ലാം ഇറച്ചായിരിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട വിശദമായിട്ടുള്ളൊരു അന്വേഷണം ഉണ്ടാകും. എന്താണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ള കാരണം എന്നതടക്കമുള്ള കാര്യങ്ങൾ നോക്കും. ഒപ്പം ഈ ഫയർ ഫൈറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. അത്തരം ചില വിവരങ്ങളാണ് പുറത്തേക്ക് കിട്ടുന്നത്. ക്യാമറാമാരായ ആന്റണി ഗ്രിഗറിക്കും വിജേഷ് പുതുവാശ്ശേരിക്കും റിപ്പോർട്ടർ നിതിൻ തോമസിനൊപ്പം എസ് രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.